നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴെ കിഴി റിയാക്ഷനാണ് നമ്മുടെ ജൂനിയർ NTR നായകനാകുന്ന ദേവര. കൊരാട്ല ശിവയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഗ്ലിംസ് എത്തിയിട്ടുണ്ട്. ഏപ്രിൽ മാസം 5-ാം തീയതി സിനിമ റിലീസാണ്. അതൊക്കെ ഓൾറെഡി അവർ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ മാത്രമേ അറിയാനുള്ളൂ. ഇത് പാർട്ട് 1 ആണ്. നമ്മളിതിൽ ഭയങ്കര പ്രതീക്ഷ നൽകുന്നത് അനിരുദ്ധിന്റെ BGM. തീർച്ചയായിട്ടും. പിന്നെ NTRന്റെ പെർഫോമൻസും ഉണ്ടാവും. അതെ, പക്ഷെ ആളുടെ കൈവിട്ട കളികളും ഇടക്ക് ഉണ്ടാവാറുണ്ട്. അതെ അതെ. എന്നാൽ മാന്യമായിട്ടുള്ള സാധനം വരും. ഇപ്പോൾ ജനതാ ഗ്യാരേജ് ഉണ്ടല്ലോ, ചിലതിൽ കൈവിട്ട കളി കളിക്കും. ഗ്രാവിറ്റി ഒന്നും ഒരു വിഷയമാവില്ല. തെലുങ്ക് സിനിമകളൊക്കെ നമുക്ക് കണ്ടിട്ട് ഉള്ളതാണല്ലോ, ഏകദേശം ഒക്കെ അതേപോലൊക്കെ തന്നെ ആയിരിക്കും. അല്ല, രണ്ട് രീതിയിലും ചെയ്യുന്ന ഒരാളാണ് ജൂനിയർ NTR. അപ്പോൾ ഇത് ഏത് രീതിയിലാണെന്നുള്ളതാണ്. ഇതിൻ്റെ അനൗൺസ്മെന്റ് പോസ്റ്ററൊക്കെ പല രീതിയിലായിരുന്നു. കടൽ കീറി പൊളിച്ചോണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ. അതുകൊണ്ട് പേടിക്കണോ എന്നുള്ളതാണ്. എന്തായാലും കണ്ടുനോക്കാം. ഓക്കെ. Show you mercy. Blood is pouring down. Blood is pouring down. His blood is all around. കടൽ മത്സ്യങ്ങളെക്കാൾ കത്തിയെയും രക്തത്തെയുമാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ചെങ്കടലെന്ന് വിളിക്കുന്നത്. എന്ത് തോന്നി? ഇല്ല, തിരക്കേടില്ലല്ലേ? എന്തോ നമ്മുടെ വീഡിയോ ഒക്കെ പുറത്ത് എന്താണെങ്കിൽ വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. എന്നാലും തരക്കേടില്ലാന്ന് തോന്നുന്നു. എന്നിട്ടൊന്ന് കണ്ടോക്കാം. നമുക്ക് കണ്ടോക്കാം. എന്തെങ്കിലും ഇനി കിട്ടാണ്ടെങ്കിലോ. പരസ്യമൊക്കെ എന്തിനാടെ ഈ സമയത്ത് കയറിയിരുന്നത്? ആ, സമ്മറിലെ റിലീസ്, കടലിൻ്റെ അടിഭാഗത്ത് നിന്ന് മുകളിലേക്കുള്ള ഷോട്ട്, കടൽ കൊള്ളക്കാര് കപ്പലിനെ അടിച്ചു മാറ്റുന്നു അല്ലേ? ചരക്ക് അടിച്ചു മാറ്റുന്നു സുഹൃത്തുക്കളെ. ഇടിമിന്നലുണ്ടല്ലോ. കടൽ മത്സ്യങ്ങളെക്കാൾ കത്തിയെയും രക്തത്തെയുമാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ചെങ്കടലെന്ന് വിളിക്കുന്നത്. സംഭവം ബോലായിട്ട് ഫീൽ ചെയ്യുന്നില്ലല്ലേ? അതായത് ആ ഒരു സംഭവം മാത്രം കാണിച്ചു പോകുന്നതുകൊണ്ടാണ്. വേറെ കൂടുതലായിട്ട് വേറെ സീനുകളോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. ഫൈറ്റും പിന്നെ കടലിലെ അവരെന്താണോ ജോലി എന്നുള്ളതാണ് അതെ മെയിനായിട്ട് കാണിക്കുന്നത്. അതായത് ജൂനിയർ NTR ചെയ്യുന്ന കഥാപാത്രം ആ കൊള്ളക്കാരെ നേരിടുന്നതാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്തായാലും രണ്ട് സംഭവങ്ങൾ കാണിച്ചു. ഒന്ന് കടലിൽ അതായത് കപ്പലിൽ ചരക്കൊക്കെ അടിച്ചു മാറ്റുന്ന ഒരു കൂട്ടം ടീം. അപ്പോൾ ഇവർ താഴെ നിന്നൊരു ഷോട്ട് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് അതിന് ശേഷം കാണിച്ചത്, അതായത് ചരക്കൊക്കെ എടുത്തതിന് ശേഷം
ഒരു ഷോട്ടുണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന്. ആ, അപ്പോൾ അതെ, ആ. ആദ്യത്തെ ഇടിമിന്നലിന് നീല കളറാ, പിന്നെ റെഡ് ആവുന്നു. പിന്നെ റെഡ് ആവുന്നുണ്ട്. അത് വ്യക്തമല്ലോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എന്തായാലും ഉറപ്പിച്ചോ, മറ്റേ നമ്മുടെ NTRന്റെ ആ ഇതിലുള്ളതാണ് കേട്ടോ, അവർ ഒരുമിച്ചായിരിക്കുന്നു ബോട്ടിലുള്ള. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ വന്ന ബോട്ടിൽ അതെ അതെ അതെ. അപ്പൊ എന്തായാലും ബോട്ടിൽ വരുന്ന ആൾക്കാരാണ് മറ്റേ കപ്പലിൽ നിന്ന് സാധനം കൊടുത്തോളൂ. അതെ, ഇനി അവർക്കെതിരെ നിർത്തിയതാണോ എന്ന് അറിഞ്ഞൂടാ, എന്താണ് ആളുടെ പരിപാടി എന്താണെന്നുള്ള അറിഞ്ഞൂടാ. എന്തായാലും ആളെ കാണിച്ചിരിക്കുന്നത് കരയിലാണ്. ഇതിന്റെ റിവെഞ്ച് സ്റ്റോറി എന്ന് പറയുന്നത് എന്തായാലും എന്താണെന്ന് അറിഞ്ഞൂടാ. റിവെഞ്ച് സ്റ്റോറി എന്നുള്ളത് റൂമേഴ്സ് മാത്രമാണ്. അതൊരു സത്യമാണ്, പറച്ചിലാണല്ലോ, പലതും പറയും. അതെ, നല്ല വിഷ്വൽസ് ഒക്കെയാണ് കേട്ടോ. സംഭവം ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. ഓവർ ആക്ഷൻ ഒന്നും ഇതിനകത്ത് കണ്ടിട്ടില്ല. അതെ അതെ, ഒരു മീഡിയത്തിലാണ് പോയിട്ടുള്ളത്. ചെയ്തു വെച്ചിരിക്കുന്നത് അടിപൊളിയാണ്. ഇപ്പോൾ ഫൈറ്റ് ആയാലും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതാ പറഞ്ഞ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ എന്താ ഇത് ചെയ്യുമ്പോൾ അവർ കറങ്ങി വീഴുന്നില്ലേ, ആ സമയത്ത് ആ കോസ്റ്റ്യൂമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് നല്ല രസം കിട്ടുന്നുണ്ട്. പിന്നെ അതെ അതെ, പിന്നെ ആയുധം ഇങ്ങനെയാണ് വീശുമ്പോഴേ ബ്ലഡ് വട്ടത്തിൽ കറങ്ങിയിട്ട് ആ ചന്ദ്രൻ പൂർണ്ണചന്ദ്രനായി മാറുന്നുണ്ടല്ലേ. പിന്നെ മലയാളത്തിലേക്ക് മാറ്റുമ്പോഴുള്ള ഡയലോഗുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് അറിയാമല്ലോ സ്വാഭാവികമായിട്ട്. അതിലേക്ക് വരുമ്പോഴാണ് പിന്നെ ഒരു പക്ഷെ എനിക്ക് വീണ്ടും പറയുന്നു, BGM അതായത് ഈ സോങ് ഇതിന് ചേർന്ന് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഈ വീണ്ടും പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞത് എന്താണെന്നറിയാമോ, അതായത് ഇതിന് മുൻപ് അനിരുദ്ധിൻ്റെ ചില സോങ്സ്, അതായത് പ്രത്യേകിച്ച് നമ്മുടെ ജവാൻ, ഇതും അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ചേർന്ന് നിൽക്കുന്നില്ല, വിഷ്വൽ വേറെ സോങ് വേറെ, സീനിന് ആപ്റ്റായിട്ടുള്ള ഒരു BGM ആയിട്ട് വരുന്നില്ല. ഇത് വേറെ ഏതോ ഒരു വഴിക്ക് പോകുന്നു. അതെ അല്ലെ, അതാണ് ശരിക്കും എന്താ പറയാ, ഒന്നാമത് ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമും ഇങ്ങനത്തെ ഒരു സിനിമയ്ക്കും പറ്റുന്ന ഒരു BGM പോലും തോന്നുന്നില്ല. കടലും കടലിന്റെ കരയിലൊക്കെ നിന്നിട്ടുള്ള ഈ ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് ചേർന്ന് നിൽക്കുന്ന ഒരു സോങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ വരികൾ നല്ല അർത്ഥവത്തായ വരികളാണ്. ആ സംഭവം അർത്ഥത്തിന് കുറവൊന്നുമില്ല. പക്ഷെ പാട്ടിന്റെ രീതി അതൊരു വെസ്റ്റേൺ രീതിയിലുള്ളൊരു ടൈപ്പ് സാധനം എന്നുള്ളത് ശരിക്കും ഈ ലിയോയ്ക്കൊക്കെ പറ്റിയ സാധനമാണ്. അത് വേറെ ഈ ചോക്ലേറ്റ് ആ ഒരു ഇതൊക്കെ വരുമ്പോഴുള്ള ആ ഒരു സ്റ്റൈലിന് പറ്റിയ സാധനം. അതെ അതെ, ഇത് അങ്ങനത്തെ ഒരു സ്റ്റൈലല്ല കാണിച്ചിരിക്കുന്നത്. വിഷ്വൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ടായിരിക്കാം മേ ബി ആ ഒരു പഞ്ച് കിട്ടാതിരുന്നെന്ന് തോന്നുന്നു. അതും ഇതിന്റെ ഒരു പ്രധാന ഘടകമായിരിക്കാം കേട്ടോ. നമുക്ക് ചിലപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വീഡിയോയും സോങ്ങും എല്ലാം കൂടി ഒരുമിച്ച് പോകുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ ഒരു എഫക്ട് വരുള്ളൂ. കാണുന്ന സാധനത്തിന്റെ ഒരു എഫക്ട് കിട്ടണമെങ്കിൽ ഇത് അങ്ങനെ വരാത്തത് ചിലപ്പോൾ സെപ്പറേറ്റ് ആയി നിൽക്കുന്ന പോലെ തന്നെ ഇത് ആയതുകൊണ്ടായിരിക്കും. എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം, അടുത്ത അപ്ഡേഷൻസ് ഒക്കെ ഇനി വരും. ട്രെയിലറും ടീസറും ഒക്കെ വരാനുണ്ട്. അതെ, ചെങ്കടൽ ആളാക്കിയത് കേട്ടോ, ചെങ്കടലാക്കിയതാണ്. ഞാനും പെട്ടെന്ന് ചോദിച്ചാൽ ചെങ്കടൽ അവിടെ നിന്ന് ഇവിടെ എത്തിയോ? ഏതാണെങ്കിലും ചെങ്കടൽ അങ്ങ് അവിടെയല്ലേ, ഈജിപ്തിലല്ലേ? ഈജിപ്തിലുള്ള ചെങ്കടലൊക്കെ ഇവിടെ എത്തി, അതുകൊണ്ടാണ് ഇതിനെ ചെങ്കടൽ എന്ന് വിളിക്കുന്നത്. അതെ, ഇവര് വിളിക്കുന്ന പേരായിരിക്കും, ഇവരാ കടലിനെ അങ്ങനെയായിരിക്കും വിളിക്കുന്നത്. ഇടക്കിടക്ക് അങ്ങനെ വിളിക്കേണ്ട സാഹചര്യം വരുള്ളൂ. അതായത് ഈ ക്യാരക്ടർ വരുമ്പോ, അതായത് നമ്മുടെ ജൂനിയർ ദേവരാണ് ആളുടെ പേര്. താൽക്കാലികമായിട്ട് നമുക്ക് ദേവര വിളിക്കാം. അപ്പൊ ദേവര വരുമ്പോ ഇത് ചെങ്കടലാവും. എന്തായാലും മോശമല്ല സംഭവം. ബഹുളായിട്ട് അതായത് നമ്മൾ കാത്തിരുന്നതിനുള്ള ഒരു ഇതൊന്നും കിട്ടി, ഒരു ഇതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എഫക്ട് ഒന്നുമില്ല. പക്ഷെ ചിലപ്പോ ഇനി വേറെ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ എഫക്ട് ഒന്നും ഇല്ലാതെ വരുന്നതായിരിക്കും തിയേറ്ററിൽ കോളുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധനം. അത് വേറെ സത്യമാണ് കേട്ടോ. അല്ല, വേറെ കാര്യമുണ്ട്. ഈ ഹുക്കും ഈ ഹുക്കും പാട്ടില്ലേ ജയിലറില്, അതിന്റെ ഫസ്റ്റ് ക്ലിംസ് വന്നപ്പോ നമുക്കത് ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നമ്മളത് ഇത് എന്തുവാന്ന് ചോദിച്ചാൽ പക്ഷെ തിയേറ്ററിൽ അത് കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ അത് നമ്മുടെ ഫേവറേറ്റ് ആയി മാറി. അപ്പൊ ഈ സോങ് ഇപ്പോ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് അങ്ങ് ചേർന്ന് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇനി ഇത് സ്പെഷ്യലായിട്ട് നമുക്ക് പിന്നീട് കണ്ട് ആയി വന്നേക്കാം, അതറിയില്ല. അതാ പറഞ്ഞാൽ ചിലപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് തന്നെ ഓടി വന്ന് കയറുന്നത്. എന്തായാലും RRR എന്ന സിനിമയ്ക്ക് ശേഷം ജൂനിയർ NTRന്റെ അടുത്ത സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയിൽ പെടുന്ന ഒരു സിനിമയാണ് ദേവര. അപ്പോൾ ദേവരയുടെ ഗ്ലിംസാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമുക്ക് ഇനി വരാനുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. യെസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ കാണാം. ബൈ.